ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അരുണാചലിലെ കൊൻസ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിപ്പോൾ ഏകദേശം കുറേ ദിവസമായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇവിടെ ആസം റെസ്ക്യൂ ക്യാമ്പിലായിരുന്നു. അപ്പോൾ കുറേ വീഡിയോസൊക്കെ ഞാൻ റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വലിയ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് രാവിലെ ഇറങ്ങാറായപ്പോൾ നമ്മുടെ ജുബി സാറിനോടും അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫിനോടൊക്കെ നന്ദിയൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞാൽ ഇറങ്ങിയത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ട് പാവം ജുബിൻ സാറ്. അപ്പോൾ അവർ നമുക്ക് ചെറിയ ഗിഫ്റ്റ് കാര്യങ്ങൾ തന്ന് അങ്ങനെ എല്ലാവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഇപ്പം നമ്മളുള്ളത് കൊൻസ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ കാണുന്നതാണ് കൊൻസ എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങനെ നമ്മൾ ഇതിനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങണേട്ടാ. ഇവിടെ നമുക്ക് കുറച്ച് ദൂരം നല്ല ഇറക്കം കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം നല്ല കയറ്റം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മൾ നേരെ പോണത് ലോങ്ടിങ്ങിലേക്കാണ്. ഏകദേശം 45-50 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇത്ര ദിവസം നല്ല മഴയായിരുന്നു. നമുക്ക് ഏകദേശം 2 റൂട്ട് ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലണത് തിൻസുക്യ, ഇറ്റാനഗർ. അപ്പോൾ ഇവിടെ കൂടി പോയി കഴിഞ്ഞാൽ നാഗാലാൻഡ്, അതുപോലെ ലോങ്ടിങ് കേട്ടോ. അത്യാവശ്യം ഇറക്കം കിട്ടിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഇന്ന് അധിക ദൂരം പോകാൻ പ്ലാൻ ഇട്ടിട്ടില്ല. കുറച്ച് ദൂരം മാത്രമേ സഞ്ചരിക്കണുള്ളൂ കേട്ടോ. കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളിപ്പോഴാണ് സൈക്കിൾ യാത്ര ചെയ്യണത്. കുറേ ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം 1 മാസത്തോളം കേട്ടാ. അല്ലാണ്ട് നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് ആകെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ചവിട്ടിയിട്ടില്ല. പിന്നെ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാ. ഇന്നത്തെ കാലാവസ്ഥ കുഴപ്പമില്ല കേട്ടാ. ഇത് നോക്കിയേ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഒരുപാടുണ്ട് കേട്ടാ. അത്യാവശ്യം നല്ല കാലാവസ്ഥ കേട്ടാ. ഈ ഒരു കാലാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ അതിപ്പോൾ കുടിക്കാൻ എനിക്ക് പേടിയാണ്ട. ടൈഫോയിഡ് അടിച്ചതിന് ശേഷം ഭയങ്കര സീനാണ്. പാവോട്ടെ. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് നമ്മുടെ ആ ഒരു മലയാളിയായ ജുബിൻ സാറ്, പുള്ളിയെ കുറേ ഹെൽപ്പ് ചെയ്തേട്ടാ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബാഗ്, ഞാൻ ഈ തൂക്കിയിട്ടേക്കണ ബാഗ് വരും പുള്ളി എനിക്ക് തന്നതാണ്. ഞാനത് കാണിച്ചു തരാട്ടാ. ഇവിടെ എത്തിയപ്പോൾ ആകെ പണി കിട്ടിയ റോഡായി പോയിട്ടാ. ഇത് നോക്കിയേ, ഇതാണ്ട റോഡിൻ്റെ അവസ്ഥ. നമ്മുടെ സൈക്കിൾ അടിപൊളിയായിട്ട് വന്ന് നമ്മൾ ആ ഒരു സൈഡിൽ നിന്നാണ് കേട്ടോ വന്നത്. അവിടെ കുറച്ച് പോലീസുകാരൊക്കെ ഇപ്പോൾ ഉണ്ട്. വണ്ടികളൊക്കെ ഒരു കണക്കിനാണ് പോണത്. നോക്കി ബൈക്കൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ നടന്നാണ് വന്നത്. ഇനി മിക്കവാറും ഇവിടുന്ന് വീണ്ടും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അവിടുന്ന് വണ്ടിയൊക്കെ വന്ന് നോക്കി അതൊക്കെ പയ്യെ കേട്ടോ വന്നത്. അത് തെന്നലുണ്ട് കേട്ടോ. ബൈക്കുകാരൊക്കെ വന്ന് നോക്കി നമ്മളെ പയ്യെ നടക്കാൻ തുടങ്ങി കേട്ടോ. കാരണം സൈക്കിളിൽ കയറാനുള്ള ചവിട്ടിയിട്ട് അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. സത്യം പറയില്ല, ഒരു കണക്കിനാണ് നമ്മൾ രക്ഷപ്പെട്ടത്. കാരണം എൻ്റെ ചെരുപ്പല്ല, ഷൂ ഫുള്ള് തേഞ്ഞിരിക്കുന്ന കേട്ടോ. അപ്പം അതുകൊണ്ട് തള്ളിയിട്ടാൽ നല്ല രീതിയിൽ തെന്നിപ്പോണ്. അവസാനം ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്ത് പുറകിൽ നിന്നൊക്കെ പുഷ് ചെയ്ത് തന്നിട്ടാ. അങ്ങനെ നമ്മൾ വന്നവയ്ക്ക് നല്ല വേര് കിട്ടി വൈകി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ കയറിയിരിക്കണേട്ടാ. ഇതൊരു കടയാണ്. ഈ കടയിൽ ഇങ്ങനെ കയറിയിരിക്കണതാണ്. അതുപോലെ നമുക്ക് രാവിലെ നമ്മുടെ ജുബിൻ സാറ് തന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഈ കാണാം. ഇത് കണ്ടില്ലേ, ഇതൊരു ഫ്ലാസ്ക് ആണ്. അത്യാവശ്യം നല്ല കിട്ടിയില്ല ഫ്ലാസ്ക് ആണ് കേട്ടോ. ഇതിൽ നമ്മൾ ചൂടുവെള്ളം നിറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടാളത്തിൻ്റെ ഒരു ബാഗും തന്നിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല കിട്ടില്ല ബാഗാണ്. ചെറുതാണ് കേട്ടോ. എനിക്ക് ഇവർ ശരിക്കും സ്ലീപ്പിംഗ് ബാഗ് അതുപോലെ ഒരു വലിയ ബാഗ് തന്നിട്ട്, അതായത് നമ്മൾ ഈ ട്രാവൽ ബാഗ് കാര്യങ്ങളൊക്കെ തന്ന് അതെടുക്കാലാന്ന് വെച്ചു. പക്ഷേ എൻ്റെ ഓൾറെഡി ഒരു ബാഗ് ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞത് വേണ്ട. ഹായ് ഭയ്യ, വക്കാ ജായേഗാ. काफी दूर है ना, 6-7 घंटा ज़्यादा लगेगा। 6-7 घंटा हाँ देखेगा। आज तो टीसा में स्टे करेगा, ऐसा प्लान है। गाड़ी में होने से भी 1 घंटा ऐसा लगता है। अच्छा, 2 घंटा ऐसा लगता है। गाड़ी में जाएगा तो 1 घंटा। हाँ हो जाएगा। मेरा थोड़ा स्मेली है। ये तो लोकल वाइन है ना भैया। ये तो कितना ईयर हो गई है। क्वांटिटी ज्यादा हो गई इसका। परफेक्ट है। हाँ ये चावल का है ना। ये बहुत पिया था लोकल वाला। हाँ सेम ही है ना, अरुणाचल में ऐसा बहुत देखा था। सेम ही है, यही चलते चावल का। इसमें आपका कुछ मिलावट नहीं है, सब मैंने अपना लोकल हाथ से काम किया वाला। നമ്മളിപ്പോൾ കുടിച്ചത് ഇവിടുത്തെ ലോക്കൽ വൈനാട്ടാ. ഒരു കള്ളെന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു സിപ്പ് എടുത്തപ്പോഴാണ് ആലോചിച്ചത്, പണ്ടാരം ഒന്നാമത് നമ്മൾ ടൈഫോയിഡ് കയറി ഇറങ്ങിയതാണ്, പിന്നെ കുടിച്ചില്ലാട്ടാ. ഞാനിങ്ങനെ ഇടയ്ക്ക് മറന്നു പോകും. ഞാൻ നേരത്തെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 2-3-4 തവണ കുടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഓരോ ഫംഗ്ഷന് പോകുമ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി, എന്താ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയാണ്
തന്നെ ഞാൻ ഇങ്ങനെ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളല്ല കേട്ടോ. ഇത് പറഞ്ഞാൽ ലോക്കൽ വൈനാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ കുടിച്ചില്ലാട്ടോ, കാരണം പണ്ടാരം ഒരു പട്ടിരിക്കണ തടിച്ചെന്ന് കാശി. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ലോങ്ഡിങ്ങിലേക്ക് പോവാം. അവിടെ ആ ഒരു മലയിൽ ഇങ്ങനെ കോട വന്നേക്കണ കാണാൻ പറ്റും കേട്ടാ. നോക്കിയേ, അടിപൊളിയാണ്. അത്യാവശ്യം ചെറിയൊരു തണുപ്പുണ്ട് കേട്ടാ. നമ്മൾ കൂടുതൽ ഇങ്ങനെ സൈക്കിൾ ചവിട്ടുന്നതുകൊണ്ട് നല്ല രീതിയിൽ വേർക്കുന്നുണ്ട്. കാരണം ഇവിടെ ചൂട് അധികം ഇല്ല കേട്ടാ, ചെറിയൊരു തണുപ്പുണ്ട്. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ നല്ല കയറ്റമാണ്, അത് ചവിട്ടി കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി ഇവിടുന്ന് ഏകദേശം 38-39 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ലോങ്ഡിങ് എത്താൻ വേണ്ടി. ഇന്ന് മിക്കവാറും എത്തൂല, ഇന്ന് കുറച്ച് ദൂരം മാത്രമേ പോകാൻ പ്ലാനുള്ളൂ. നിങ്ങൾ ആ കാണാൻ മലനിര ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അവിടെയൊക്കെ ഫുള്ള് കൃഷിയാണ് കേട്ടോ. നിങ്ങൾ ചെറിയ ചെറിയ വീടുകൾ കാണാനല്ലേ, അതൊക്കെ ഓരോരോ കൃഷിക്കാരൻ്റെ വീടുകളാണ്. അവിടേക്ക് എനിക്ക് തോന്നുന്നത് നെൽകൃഷി ആയിരിക്കും കേട്ടോ. ഇങ്ങനെ അടിയിൽ നിന്ന് മേളിലേക്ക് ഇങ്ങനെ ഒരു തട്ട് പോലെ ഇങ്ങനെ പണിത് വെച്ചേക്കണ കേട്ടോ. നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് വലിയ ക്ലിയർ ആവില്ല, പക്ഷേ അവർ ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കണത്. അതുപോലെ മേളിലൊക്കെ നിങ്ങൾ കാണില്ലേ, ഇതൊക്കെ മൊത്തവും വാഴ കൃഷികളാണ് കേട്ടോ. ഈ കാട് പിടിച്ച് കിടക്കണോണ്ട് നമ്മൾ വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ കാട് പിടിച്ചിരിക്കണം, പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് കൃഷിയാണ്. അരുണാചലിൽ കൂടുതലും മലയോര പ്രദേശമായതുകൊണ്ട് മലയിലൊക്കെയാണ് ഫുള്ള് കൃഷിയുള്ളത്. പിന്നെ നിരപ്പായ സ്ഥലങ്ങളിലും കൃഷികളുണ്ട്. അവിടെ കൂടുതൽ നെൽകൃഷിയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. കാരണം അവിടെ ഇഷ്ടമാതിരി വെള്ളം കിട്ടും. മലയിൽ നിന്നൊക്കെ ഒഴുകി വന്ന വെള്ളം നേരെ വന്ന് പതിക്കുകയാണത് ആ ഒരു നിലത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഫുള്ള് നെൽകൃഷി ആയിരിക്കും കേട്ടോ. ശരിക്കും അങ്ങോട്ടേക്ക് റോഡുണ്ട് കേട്ടോ. ഇത് എനിക്ക് അവിടെ നമുക്ക് നല്ല അടിപൊളി റോഡ് കാണാൻ പറ്റും കേട്ടോ. അതെങ്ങോട്ടേക്കാണ് പോകണമെന്ന് അറിയില്ല. അവിടേക്ക് എന്തോ ഗ്രാമമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ വന്നോയ്ക്ക് ഒരു ബോർഡ് ഉണ്ടാകും, ഞാൻ ആ ബോർഡ് ശ്രദ്ധിച്ചില്ല. ഒരു വണ്ടി വന്നോക്കിയേ ലോങ്ങിൽ നിന്ന്. ഇതെല്ലാം നല്ല ഭംഗി കേട്ടോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി. പിന്നെ ഇവിടെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അരുണാചലിൽ ഞാൻ എപ്പോഴും പറയണേ ഏറ്റവും നല്ല നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർടെലാണ്. പിന്നെ കുറേ സ്ഥലത്തൊക്കെ ജിയോ കിട്ടും കേട്ടോ. പക്ഷേ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എയർടെൽ എടുത്ത് വന്നേക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഹായ്, आप लोग का नाम क्या है? पंगवंग और पासु वांगसो। ओके, वांगसवा। आप लोग तो लोंगटिंग का है और लोंगटिंग, हाँ, लोंगटिंग डिस्ट्रिक्ट जहाँ से जाने से मिल जाएगा। अच्छा, आप लोग लोंगटिंग का है? यहाँ से अराउंड 54 किलोमीटर समथिंग होगा। अच्छा, आप लोग का रास्ता में मिलके बहुत अच्छा होगा। ठीक है, ओके, വന്ന വഴിക്ക് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു മലയിൽ ഇങ്ങനെ ഫുള്ള് കൃഷി കാണിച്ചില്ലേ, അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരിൽ കാണിച്ചില്ല. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞില്ല, അവിടെയൊക്കെ ഫുള്ള് നെൽകൃഷി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ മറ്റു കൃഷികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ വന്ന വഴിക്ക് കണ്ടതാണ്. ഇത് ഫുള്ള് ഇങ്ങനെ മേളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ വിതച്ചേക്കണേ കേട്ടോ. ഫുള്ള് നെല്ലാണ്. അതുപോലെ ഈ കാണുന്ന ഓരോ വീടുകളും ഓരോരുത്തരുടെ കേട്ടോ. അതായത് ഈ കാണുന്ന ഏരിയയിലെ ഈ കാണുന്ന ഇത്രയും ഏരിയയും ഈ വീട്ടിലുള്ള ആളുടെ കേട്ടോ. അതായത് ആളുടെ വീട് ശരിക്കും ആ കാണുന്ന ഗ്രാമത്തിലായിക്കോട്ടെ, പക്ഷേ അവർ ഓരോരോ അതിർത്തി തിരിച്ചേക്കണേണ്. പിന്നെ ആ കാണുന്ന വീട്ടില്ലേ അത് സെൻട്രലിലാക്കി വെച്ചേക്കണേണ്. അതുപോലെ ആ മൊത്തം ഏരിയയും ആ ഒരു വീട്ടുകാരുടെ കേട്ടോ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതായിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാട്ടോ, അടിപൊളി കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ അടുത്തൊരു ചെറിയൊരു ഗ്രാമത്തിലെത്തിയേട്ടാ. ഇതിൻ്റെ പേര് ലൊങ്കോ എന്നാണ്. ചെറിയൊരു ഗ്രാമം തോന്നുന്നു കേട്ടോ. കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ പോയി ഇങ്ങനെ ഫുള്ള് മുള വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ മേലിൽ മറ്റേ ആ ഒരു ലീഫ് വെച്ചുണ്ടാക്കിയതാണ്. ഹായ്, ഇവിടെ നമുക്ക് ചെറിയൊരു ഇറക്കം കിട്ടിയേട്ടാ. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ലോങ്ഡിങ് ഏകദേശം ഒരു 34 കിലോമീറ്റർ എന്തോ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ അത്യാവശ്യം കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഭയ്യ തന്നെ. താങ്ക് യു ഭയ്യ. ഹായ്, आपका नाम? मेरा नाम चावंग है। चावंग, ओके। आप यहाँ का राजा का बेटा। ओके। थैंक यू सो मच। ഓക്കെ, താങ്ക് യു. ഹായ്. വീരം നമുക്ക് തന്നാട്ടാ. ഞാനിവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കണായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പുല്ല് കൊണ്ടുവന്നേട്ടാ, പാവം. അങ്ങനെ നമ്മൾ ടിസ എന്ന് പറഞ്ഞ സ്ഥലം എത്തിയേട്ടാ. ഈ കാണുന്നതാണ് ടിസ. ഇവിടെ നിന്ന് ഏകദേശം 2 റൂട്ടാണ് കേട്ടോ. ഈ കാണുന്ന റൈറ്റിൽ തന്നെ റൂട്ട് നമ്മൾ നേരെ ലോങ്ഡിക്ക് പോണ റൂട്ടും, അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് പോണ റൂട്ട് നമ്മൾ വക്ക അതുപോലെ മ്യാൻമർ ബോർഡർ പോണ റൂട്ടാണ് കേട്ടോ. എന്തായാലും വക്ക റൂട്ടൊന്ന് പോയി നോക്കാം. നമ്മൾ അവസാനം സൈക്കിൾ ഒരു വണ്ടിയിലേക്ക് കയറ്റിട്ടാ. നമ്മൾ വക്കയിലേക്ക് പോകണേട്ട് നല്ല കയറ്റമാണ് വാക്കായിട്ടാണ്. അപ്പം ഞാൻ വക്കയിലായിരിക്കും ഒരു പിടുത്തമില്ലാട്ടോ. അതെ, സൈക്കിൾ ഇവിടെ ഉണ്ട്. ഇതാണ്ട വണ്ടി.
ഞാനപ്പോ എന്തായാലും ഇറങ്ങിയിട്ട് കാണിച്ചു തരാട്ടാ എന്താണ് എങ്ങനെയായിരുന്നൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു. നമ്മൾ ഇവന്റെ വണ്ടിക്കാണ്ട് വന്നത്. यहाँ से कितना दूर लगेगा भैया? 16 किलोमीटर। अच्छा ये आप लोग का गाँव है ना? ये निशा गाँव। निशा? निशा। क्या गाँव का नाम है? निशा गाँव का नाम? गाँव का नाम। अच्छा अच्छा ये निशा गाँव है. ठीक है भैया താങ്ക് യു. നമ്മൾ പയ്യെ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുത്തെ വീഡിയോകൾ നോക്കി എല്ലാം ചെറിയ ചെറിയ വീഡിയോകളാണ് കേട്ടോ. അതുപോലെ ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്റർ എന്തുകൊണ്ട് വക്കയിലേക്ക് ഇനി ഫുള്ള് കയറ്റി പോയിക്കോട്ടെ മിക്കവാറും. ഇവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടാ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. മിക്കവാറും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടാ. അവിടേക്ക് ഇങ്ങനെ കോടുകൊണ്ട് ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നതാണ്. ഈ കാണാനൊക്കെ മൊത്തം ചോളം കൃഷിയാണ് കേട്ടാ. അവിടെയുണ്ട് നല്ല കയറ്റം ഉണ്ട് കേട്ടാ. ഞാൻ ഇങ്ങനെ കിതച്ചിരിക്കണേണ്. വണ്ടി വന്നതുകൊണ്ട് കുറേ നല്ല കുത്തനെയുള്ള കയറ്റമൊക്കെ ഉണ്ടാകുന്ന കേട്ടോ. ഭാഗ്യം വണ്ടി വന്നതുകൊണ്ട് കുറച്ചും കൂടെ ആശ്വാസമായി. അതുപോലെ ഇത് നോക്കി ഇപ്പുറത്തെ മലയിലൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ കോട വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടല്ലോ ഒരു ദീതി പോണത്. അപ്പോൾ ഇവർ കൃഷിയിടത്തിൽ നിന്ന് പോയതാണ്. ഇവിടെയുള്ള ആൾക്കാരുടെ തന്നെ കേട്ടോ ഈ കൃഷിയിടം, അല്ലാണ്ട് പുറത്തുനിന്ന് അങ്ങനെ അറിയില്ല. ഇനി ഏകദേശം 13 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ വക്കയിലേക്ക്. ഇപ്പം ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. 6 മണിയാറായിട്ടുണ്ട് കേട്ടോ. നല്ല കയറ്റമുണ്ട്. കയറി ഊപ്പാട് ഇറങ്ങി. പക്ഷെ നല്ല വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ. ഒരു രക്ഷയില്ല. നോക്കിയേ അടിപൊളി കാഴ്ചയല്ലേ. നമ്മളിങ്ങനെ പോകണമെങ്കിൽ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചാണ് പോണത്. അങ്ങനെ അവസാനം നമ്മൾ വക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയേട്ടാ. ഒരു കണക്കിന് നമ്മൾ ഇവിടെ എത്തിച്ച് നല്ല കയറ്റോർന്ന് ഇവിടെ ഒരു ഗ്രിഫിൻ്റെ ക്യാമ്പ് കിട്ടിയേട്ടാ. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ ഇനി ഉണ്ടാവില്ല, നാളെ വീഡിയോ ഉണ്ടാവുള്ളൂ. അപ്പോൾ നാളെ നമ്മൾ വക്ക ഫുള്ള് കറങ്ങാനാണ് പ്ലാൻ. എന്തായാലും അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരാട്ടാ.